ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആതിരാരവൻ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഒരു സാരി ലുക്ക്, വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സാരി ലുക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ട്രഡീഷണൽ ഇൻ ദ സെൻസ് രാജാ രവിവർമ്മ പോർട്രേറ്റ് സ്റ്റൈലിലെ ആ ഒരു എസ്തറ്റിക്കാണ് ഞാൻ പിടിക്കാൻ പോകുന്നത്. ഓക്കെ. സോ ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അതെന്താണെന്ന് വഴിയെ നിങ്ങളറിയും. അത് ഞാൻ ഈ വീഡിയോയിൽ റിവീൽ ചെയ്യില്ല. സോ വിത്തൗട്ട് ഗെറ്റിംഗ് എനി ഡിലേ വിൽ ഗെറ്റ് സ്റ്റാർട്ട് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് ബേസിക് സ്കിൻ കെയറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടോണർ അപ്ലൈ ചെയ്തിട്ട് ഒരു നല്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. നെക്സ്റ്റ് ഇസ് ദ ലിപ് ബാം. നെക്സ്റ്റ് കളർ കറക്ഷന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാലറ്റിൽ നിന്ന് ഒരു ഓറഞ്ച് കളർ കറക്ടറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് ഡാർക്ക് സർക്കിൾസ് ഉള്ളിടത്തെല്ലാം അപ്ലൈ ചെയ്യും. ഇനി എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡറിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ കളർ കറക്ടർ. നെക്സ്റ്റ് ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ എയർ ബ്രഷ് ഫൗണ്ടേഷനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ലിക്വിഡ് ഫൗണ്ടേഷനാണ് ഇത്. ഞാനിങ്ങനെ കൈയുടെ പുറത്ത് ഇങ്ങനെ ആമിൽ ടാപ്പ് ചെയ്തിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നനച്ചത് തന്നെയാണിതും. അത് വെച്ചിട്ട് ഞാനിങ്ങനെ അപ്ലൈ ചെയ്യാണ്. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണുമ്പോൾ ആദ്യം നിങ്ങൾ ഞെട്ടും. കാരണം എൻ്റെ ഒട്ടും സ്കിൻ ടോണിന് മാച്ച് ആവാത്ത എക്സ്ട്രാ ഫെയർ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ ഇത്. പക്ഷേ ഇത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ഇത് കറക്റ്റായിട്ട് വരും. മാത്രമല്ല ഇന്നത്തെ ഈ ഒരു ലുക്കിന് എനിക്ക് കുറച്ച് എക്സ്ട്രാ വേണം. ബിക്കോസ് ഐ എം ടേക്കിംഗ് ഫോട്ടോസ് ഫോർ ദിസ്. ഓക്കെ ഫൈൻ. കണ്ടില്ലേ, ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് സ്റ്റിൽ എൻ്റെ സ്കിൻ ടോണിന് കാട്ടിലും കൂടുതലാണ് അതിൻ്റെ കളർ. ബട്ട് സ്റ്റിൽ അതിപ്പോൾ ഒരു ഓക്കേഷ് കൈൻഡ് ഫീൽ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൺസീലർ ഇട്ട് എടുക്കുകയാണ് കേട്ടോ കണ്ണിൻ്റെ ഡാർക്ക് സർക്കിൾസ് ഉള്ള ഭാഗത്ത്, പിന്നെ മാർക്സ് ഉള്ളിടത്ത്, അതുപോലെ തന്നെ എന്താ പറയുക ഈ ചുണ്ടിൻ്റെ ഈ ഒരു ഭാഗത്ത്, ഇവിടെയൊക്കെയാണ് നമുക്ക് കൂടുതൽ പെട്ടെന്ന് ഗ്രേയിഷ് കളർ ആവാൻ ചാൻസ് ഉള്ളത്. അവിടെയൊക്കെ നമ്മൾ കൺസീലർ ഇട്ട് സെറ്റ് ചെയ്യാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഈ ഒരു കൺസീലർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ചെയ്ത ഈ ഒരു മേക്കപ്പിനെ ഒരു ട്രാൻസ്ലൂസൻറ്റ് പൗഡർ ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ഐ മേക്കപ്പ് സെക്ഷനാണ് കേട്ടോ. സോ ഞാനിവിടെ ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ഹ്യൂഡ ബ്യൂട്ടിയുടെ ഒരു ന്യൂഡ് പാലറ്റാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്കിന്ന് എൻ്റെ കണ്ണ് കുറച്ച് പോപ്പ് ഔട്ട് ചെയ്തിരിക്കണം. ഓക്കെ, സോ ഈ ഒരു ലുക്കിന് അതാണ് വേണ്ടത്. അപ്പോൾ ഐലിഡ്സിൽ രണ്ടും നല്ല ഡാർക്കായിട്ട് വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ താഴെ ഇതുപോലെ അത്രയും നമ്മൾ മേളിലിട്ട് അത്രയും ഡാർക്കായിട്ട് വേണ്ട, പക്ഷേ സ്റ്റിൽ ഞാൻ കൊടുക്കാറുണ്ട്, കളർ കൊടുക്കാറുണ്ട്. കാരണം ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ കണ്ണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിരിക്കും കേട്ടോ. ഭയങ്കര ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലൊരു മെത്തേഡാണ് നിങ്ങളുടെ കണ്ണ് നല്ല ഭംഗിയിലിരിക്കാനായിട്ട്. കണ്ടില്ലേ, ഇപ്പം കണ്ണ് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ലൈൻ ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പം ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഐടെക്സിൻ്റെ ഒരു ഐലൈനറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. സോ വളരെ എന്താ പറയുക, വാലൊക്കെ ഇട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ നമ്മൾ എഴുതാൻ പോകുന്നത്. കാരണം നമ്മുടെ ഈ ഒരു പെയിൻറ്റിങ് ലുക്കിന് ഇത് നല്ല രീതിയിൽ കണ്ണെഴുതി കൊടുക്കണം. കണ്ണാണ് കംപ്ലീറ്റ് ഹൈലൈറ്റ് കേട്ടോ. കണ്ടില്ലേ, ഞാൻ ഈ രീതിയിലാണ് അത് വരയ്ക്കുന്നത്. ഈ ഇന്നർ ഐ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലൊരു വാലിട്ട് കൊടുത്താണ് എഴുതുന്നത്. പിന്നെ ഞാൻ കണ്ടില്ലേ അതിൻ്റെ വിഡ്ത്ത് കുറച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ ആ ലൈനിൻ്റെ. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും എഴുതി കൊടുക്കാം. നമ്മൾ നല്ല ഭംഗിയിൽ മേളത്തെ കണ്ണ് നന്നായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴത്തെ പോർഷനിലൂടെ ഒരു തിക്ക് കാജൽ വെച്ചിട്ട് തിക്കായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വാട്ടർ ലൈനിൽ. കണ്ടോ, ഇതുപോലെ എത്രമാത്രം നമുക്ക് തിക്കാക്കാവോ അത്രയും തിക്കായിട്ട് വരച്ചു കൊടുക്കുക. കാരണം ഈ ഒരു ലുക്കിന് നമ്മൾ പിടിക്കുന്ന ആ ഒരു സ്റ്റൈലാണ്. അപ്പോൾ കണ്ടോ, ഒരു 3-4 വട്ടം ഞാനിങ്ങനെ വരച്ചു കൊടുത്തു ആ ഒരു ഡാർക്ക്നെസ് കിട്ടാനായിട്ട്. കണ്ണ് നല്ല ഡാർക്കായിട്ടിരിക്കണം, എന്നാലേ ആ ഒരു ഭംഗി കിട്ടുള്ളൂ കേട്ടോ. സോ ഇതുപോലെ എക്സ്ട്രാ വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പതിയെ തുടച്ച് കളയാം. ഓക്കെ, അപ്പോൾ കണ്ട താഴെയും മേളിലും നല്ല രീതിയിൽ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ഒരു ലുക്ക് എനിക്ക് ഐ മേക്കപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസ്കാരയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മസ്കാര കളർ ബാറിൻ്റെ മസ്കാരയാണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എന്താ പറയുക, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മസ്കാരയാണ്. വളരെ യൂസ്ഫുള്ളാണ്. ഇത് രണ്ട് ആപ്ലിക്കേറ്റർ വരുന്നുണ്ട് ആക്ച്വലി. കണ്ടോ, നമുക്ക് ഇത് ഈ ഒരു പിങ്ക് പോർഷനും തുറക്കാം, ഈ ഒരു
ബ്ലാക്ക് പോർഷൻ തുറക്കാം. അപ്പോൾ നമുക്ക് തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഈ ഒരു പോർഷനാണ് കേട്ടോ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് തിക്കായിട്ട് മസ്കാര കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല റെഡ് ഒരു പീച്ച് കളറായിട്ടുള്ളൊരു ബ്ലഷ്, എൻ്റെ ഫേവറേറ്റ് ബ്ലഷാണ്. ഞാൻ എൻ്റെ എല്ലാ ലുക്കിലും ഈ ഒരു ബ്ലഷ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സോ ഇത് വെച്ചിട്ട് രണ്ട് സൈഡിലും ഈ ചിരിക്കുന്ന പോർഷനിലുണ്ടല്ലോ നന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണേ. അടുത്തതായിട്ട് ഞാൻ എൻ്റെ ഫേസ് ഒന്ന് കോൺടൂർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ചീക്ക് ബോൺസ്, അതുപോലെ തന്നെ നോസിൻ്റെ പോർഷൻ, പിന്നെ ഫോർഹെഡ് കുറച്ച്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല ഒരു പെയിൻറ്റിങ് ലുക്കാണ്. നമുക്കറിയാമല്ലേ രാജരവിവർമ്മയുടെ പെയിൻറ്റിങ്സിലെയൊക്കെ സുന്ദരിമാരുടെയൊക്കെ ഫേഷ്യൽ ഫീച്ചേഴ്സ് കറക്റ്റ് കാർവ് ചെയ്ത ടൈപ്പാണല്ലേ. അപ്പോൾ ആ ഒരു ഇത് പിടിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് കോൺടൂർ ചെയ്ത് എൻ്റെ ഫേസ് കുറച്ച് ഷാർപ്പാക്കുകയാണ് കേട്ടോ. അപ്പോൾ ജോ ബോൺസും അതുപോലെ തന്നെ നോസിൻ്റെ പാർട്ട് പിന്നെ ഫോർഹെഡ്, ഇത്രയാണ് ഞാൻ കോൺടൂർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു വളരെ ഷാർപ്പായിട്ടുള്ള കുറച്ച് ഫേഷ്യൽ ഫീച്ചേഴ്സ് കിട്ടും ആഫ്റ്റർ ഡൂയിങ് ദിസ് കോൺടൂറിങ്. ഈ നോസിൻ്റെ രണ്ട് സൈഡിലായിട്ടും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, കണ്ടില്ല ഇപ്പം തന്നെ ആ ഒരു നോസൊക്കെ നീണ്ട പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ. കോൺടൂറിങ് ഭയങ്കര സൂപ്പറാണ്. നന്നായിട്ട് ചെയ്യാൻ അറിയാമെങ്കിലാണ് പക്ഷേ സൂപ്പറായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയുക ഒരു ഇംബാലൻസ് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ ഫേസ് മേക്കപ്പിൻ്റെ ഫൈനൽ പോർഷനായിട്ടുള്ള ദ മോസ്റ്റ് സാറ്റിസ്ഫൈങ് പാർട്ട്, ഞാനൊരു സ്റ്റേജിൻ്റെ വളരെ ഡാർക്ക് വൈൻ കളറായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ എടുക്കുന്നത്. സോ നമ്മൾ ഓൾറെഡി ലിപ് ബാമൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ലിപ്സ്. അപ്പോൾ അതിലേക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ഷേപ്പിൽ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്രത്യേകത നമുക്ക് കറക്റ്റ് ഷേപ്പിൽ വരയ്ക്കാൻ പറ്റും കേട്ടോ. നല്ല കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ, ടെക്സ്ചർ ഭയങ്കര അടിപൊളിയാണ്. സോ അത് വെച്ചിട്ട് ഞാനിങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊരു ലിപ്സ് ഇങ്ങനെ ആക്യുറേറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഫേസ് മേക്കപ്പ്. സോ ഇപ്പം നിങ്ങൾക്ക് എന്താണ് എക്സാക്ട്ലി ഫീൽ ചെയ്യുന്നത് ഇത് കണ്ടിട്ട്? ഒരു ഡാൻസിനൊക്കെ പോകുന്ന ഒരു ടൈപ്പ് അല്ലേ? അപ്പോൾ ഇത് ഞാൻ ഫൈനലി ഒരു സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ നമ്മൾ ഫൈനലി ഈ ഒരു ടച്ച് കൂടെ ചെയ്യുമ്പോഴേക്കും ആ ഒരു എക്സാക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് നമ്മുടെ മേക്കപ്പിനെ കിട്ടും. ഓക്കെ, സോ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ലുക്ക്. ഓക്കെ, പിന്നെയാണ് ഞാനൊരു കാര്യം ഓർത്തത്, എനിക്ക് ഈ ഒരു ലുക്കിൽ ഒരു പൊട്ട് വേണം കേട്ടോ. ഒരു പ്രത്യേക തരത്തിലുള്ളൊരു പൊട്ടാണ് ഞാൻ വെക്കാൻ പോകുന്നത് കേട്ടോ. സാധാരണ വട്ടപ്പൊട്ടൊന്നുമില്ല, നമ്മളൊരു മൂൺ ടൈപ്പാണ് പിടിക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്, അപ്പോൾ ഞാനൊരു സ്ലൈഡ് ഉപയോഗിച്ചിട്ട് ഒരു മൂൺ ഷേപ്പിലേക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് കൊണ്ട് തന്നെയാണ് കേട്ടോ പൊട്ട് കൊടുത്തിരിക്കുന്നത്. പൊട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ല രീതിയിൽ ഭംഗിയിൽ വന്നിട്ടുണ്ട്. ബട്ട് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മറന്നുപോയി കേട്ടോ. പിരികം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, വരച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ അതില്ലാണ്ട് നമുക്ക് ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ആവില്ല. സോ ഞാൻ ഈവൻ സെറ്റിംഗ് സ്പ്രേ ഒക്കെ അടിച്ച് സെറ്റപ്പ് ആക്കിയിരുന്നാലും ഞാൻ ഈ ഒരു ഐബ്രോയും കൂടെ ഒന്ന് ജസ്റ്റ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണേ. ജസ്റ്റ് ഒരു പാതി പോർഷനിൽ നിന്ന് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ത്രെഡൊക്കെ ചെയ്ത് നന്നായിട്ടിരിക്കുകയാണ്, എന്നാലും ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് മേക്കപ്പ് ഫിനിഷായി. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഹെയർ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ആക്ച്വലി ഈ ഒരു ലുക്കിന് ഞാനൊരു ബൺ ഹെയർ സ്റ്റൈലാണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുടി ഓൾറെഡി ചെടയൊക്കെ കളഞ്ഞ് ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഒരു ബൺ ഹെയർ സ്റ്റൈൽ കൊടുക്കുകയാണ്. എൻ്റെ ബൺ കെട്ടുന്ന ഭാഗമാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കെട്ടിയിട്ട് ഞാനൊരു ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഇതുപോലൊരു ക്ലിപ്പ് എടുത്ത് സെക്യൂർ ചെയ്തു. എൻ്റെ കയ്യിലുള്ള ഇതുപോലൊരു ബിഗ് ക്ലിപ്പ് കൊണ്ട് ഞാൻ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി പുറകിൽ നിന്ന് നമ്മൾ ഫോട്ടോസൊന്നും എടുക്കുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ശരിക്കും ചെയ്യത്തില്ല കേട്ടോ ഈ ക്ലിപ്പ്.
അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ തല ഇങ്ങനെ ഈ ഒരു മേളത്തെ പോർഷൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന പോലെ ഒരു ഫീൽ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫേസിന് അത് അത്ര കണ്ട് ചേരത്തില്ല. അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ ഒന്ന് മെസ്സപ്പ് ആക്കാൻ നോക്കുകയാണ് കേട്ടോ. ലൈക്ക് കണ്ടില്ലേ, കുറച്ച് പൊങ്ങിയിരിക്കുന്നതാണ് എൻ്റെ ഫേസിന് ചേരുന്നത്. കംപ്ലീറ്റ് ഇങ്ങനെ പതിപ്പിച്ച് വെക്കുമ്പോൾ വലിയ രസമില്ല. അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ ഹെയർ ഇങ്ങനെ എടുത്തെടുത്ത് വിടുകയാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെറിയ ഫ്രിഞ്ചസ് സൈഡിലൂടെ ഇട്ടെടുക്കുന്നുണ്ട്, നമുക്ക് ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ നൗ. യെസ്, കൊള്ളാം അല്ലേ? ഐ ആം വെരി എക്സൈറ്റഡ് ടു ഗിവ് ആക്സസറീസ് ടു മൈസെൽഫ്. ആക്ച്വലി ഈ ഒരു ലുക്കിൽ ഏറ്റവും എന്താ പറയുക ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ആക്സസറീസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ആണ് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ഈ ഇയറിൽ ഇടാൻ പറ്റിയ മാട്ടി ടൈപ്പ് സംഭവമാണ്. ഭയങ്കര എലഗൻ്റാണ് കാണാനായിട്ട്, ഒരു റോയൽ ടച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ കമ്മലായിട്ട് ഇടുന്നത്. യെസ്, അപ്പോൾ ഈ ഒരു ലുക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഈ ആക്സസറീസ് യൂസ് ചെയ്യുന്നതാണ്. കാരണം സാധാ നമ്മൾ ഇതുപോലത്തെ ഒക്കെ ഇട്ട് നമ്മളെവിടെയും പോവില്ലല്ലോ. ഈവൻ ഒരു കല്യാണത്തിന് പോലും ഇത്രയും ഹെവി ആയിട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഞാനിന്ന് റെഡി ആവുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ 2 ഇയേഴ്സിലും ഇതുപോലെ ഈ ഒരു കമ്മലും മാട്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം തന്നെ ആ ഒരു എലഗൻ ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു റോയൽ ടച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു മേക്കപ്പും പൊട്ടും പിന്നെ ഈ ഒരു ആക്സസറീസൊക്കെ കൂടെ വെച്ചപ്പോഴേക്കും ഒരു ഡിവൈൻ കൈൻഡ് ഓഫ് ലുക്ക് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഐ ഡോണ്ട് നോ വാട്ട് യു വിൽ ഫീൽ, ബട്ട് എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഓക്കെ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വെയർ ചെയ്യാൻ പോകുന്ന സാരി. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. വളരെ റേറ്റ് കുറഞ്ഞ് കിട്ടിയതാണ് എനിക്ക്. ഒരു ഐ തിങ്ക് ഒരു 400 സംതിങ്ങിനാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ സാരി കിട്ടിയിരിക്കുന്നത് കേട്ടോ. കണ്ടാൽ നമ്മൾ കൊതിച്ചു പോകുന്ന ഒരു ടൈപ്പ് സാരിയാണ് ഇത്. മൾട്ടി കളർ പോലെ ഫീൽ ചെയ്യും. ലൈക്ക് മെയിൻലി നേവി ബ്ലൂ ആണ്, സൈഡിൽ പക്ഷേ റെഡ് വരുന്നുണ്ട്, മെറൂൺ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ബ്ലൗസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തയ്പ്പിക്കാനൊന്നും സമയം കിട്ടിയില്ല. സോ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു പോർഷനിലെ ബോർഡറിലെ അത് വെച്ചിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ ഫൈൻ, ഞാൻ സാരി വെയർ ചെയ്തിരിക്കുന്നതാണ്. ഓ മൈ ഗോഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ലുക്ക്. സാരിയും കൂടെ വന്നപ്പോൾ കറക്റ്റ് എൻ്റെ മനസ്സിലുള്ള ആ ഒരു രാജാ രവിവർമ്മ പോർട്രേറ്റ് സ്റ്റൈൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി സാരിയാണ് ഇത് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഇത്രയും കിടലിനായിട്ട് ചേരുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇനി ഞാൻ എൻ്റെ ബാക്കി അക്സസറീസോടെ ഒന്ന് സ്റ്റൈൽ ചെയ്യുകയാണേ. അപ്പോൾ ഈ ഒരു ജ്വല്ലറിയാണ്, ഇതെൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ വാങ്ങിച്ച ഒരു ജ്വല്ലറിയാണ്. നല്ല കോയിൻ ടൈപ്പ് നെക്ലേസാണിത്. ഇതെനിക്ക് തോന്നുന്നു ഈ ഒരു സൈഡിലൂടെ പെർഫെക്റ്റ് കോംപ്ലിമെൻ്റ് ആയിരിക്കും. സോ ഞാൻ അതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കമ്മലും മാലയും സാരിയൊക്കെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എൻ്റെ പൊട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാധാരണ എനിക്ക് ഇങ്ങനത്തെ സ്റ്റൈലൊക്കെ ചേരത്തില്ല എന്നാണ് എൻ്റെ ഒരു ഒരു ബേസിക് ധാരണ. പക്ഷേ എന്തോ ഇന്നത്തേത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇനി വളയിടുകയാണ്. ഇത് ഈ ഒരു നേവി ബ്ലൂയുടെ തന്നെ കളറുള്ള ഒരു വളയാണ് ഞാൻ സ്റ്റൈൽ ചെയ്യുന്നത്. ഇപ്പോൾ 2 കയ്യിലും ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കയ്യിൽ സാധാ കമ്പിവള പോലത്തെ വളയും ഇപ്പുറത്തെ കയ്യിൽ കുപ്പിവളയാണ് കേട്ടോ സ്റ്റൈൽ ചെയ്യുന്നത്. സോ കുറച്ച് ടൈറ്റാണ് എനിക്ക്, അതുകൊണ്ട് ഓരോന്നോരോന്ന് വെച്ച് പതിയെ ശ്രദ്ധിച്ചാണ് ഞാൻ ഇടുന്നത്, കൈയൊന്നും മുറിയാതിരിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ആക്സസറീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാൻ മേക്കപ്പിനേക്കാളും കൂടുതൽ ഞാൻ ആക്സസറീസ് സ്റ്റൈൽ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുന്നു കേട്ടോ ഈ വീഡിയോസിൽ. അപ്പോൾ അതാണ് കറക്റ്റ് നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫൈനലി നമുക്ക് ഇതുപോലെ ഒരു സിന്ദൂരം ഇട്ട് കൊടുക്കാം കേട്ടോ. സിന്ദൂരം ഞാൻ യൂഷ്വലി തൊടാറില്ല, പക്ഷേ ഈ ഒരു ലുക്കിന് സിന്ദൂരം നല്ല സൂപ്പറായിട്ട് ചേരും. സോ
ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ, രാജാ രവിവർമ്മ സ്റ്റൈൽ സാരി ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചേക്കാട്ടിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഒരു റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത്? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സാരിയും മേക്കപ്പും ജ്വല്ലറിയും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഞാൻ മനസ്സിൽ വിചാരിച്ചേക്കാട്ടിലും ഭയങ്കര സൂപ്പറായിട്ടാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്, ഫൈനൽ റിസൾട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സാരിയാണ് ഇന്നത്തെ ഹൈലൈറ്റ്. ഞാൻ ഇത് ആക്ച്വലി കയ്യിൽ കിട്ടിയപ്പോൾ ഇത്രയും ഭംഗിയിൽ ഇത് ചേരുന്നതാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിൻ്റെ ഒരു മൾട്ടി കളർ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ബൈ. I will be back with another video.